അറിഞ്ഞില്ലേ നിങ്ങള്? അപ്പൊ ഇത് നമ്മുടെ പരനാറി മൊട്ടറാവിക്കുള്ള ഒരു മറുപടി. അവന്റെ പെങ്ങളെ പറഞ്ഞത് കൊണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കേട്ടിട്ട് പോവാ. എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കേരള പോലീസ് അവളെ അറസ്റ്റ് ചെയ്യാൻ പോയി എങ്ങനെയാണ്? മഫ്തി ഡ്രസ്സിലാണ്, സിവിൽ ഡ്രസ്സിലാണ് പോയിട്ട് അറസ്റ്റ് ചെയ്തത്. സിവിൽ ഡ്രസ്സിൽ പോകുമ്പോൾ ഔദ്യോഗിക വാഹനം എങ്ങനെയാ കൊണ്ടുപോവുക? ഒരു പ്രതിനെ സീക്രട്ട് ആയിട്ട് പോവാണ്, ഒരു പ്രതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? അപ്പൊ അവര് പോലീസ് വണ്ടി കുറച്ച് ആംബുലൻസും കൂടെ ആയിട്ട് അങ്ങോട്ട് പോയാൽ മതിയാ മൈരെ. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കറി ഒരു മൈര് അറിഞ്ഞൂടാല്ലേ? എടാ പരനാറി റാവി, നിന്റെ പെങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് എന്നോട് ക്ഷമിച്ചാൽ. അതിന് വന്നിട്ട് കണാ കുണാന്ന് നടന്ന് സംസാരിക്കാതെ അറിയാൻ വയ്യാതെ നാറി. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഇത് ഒരു ഒത്തുകൂടി ഇവരെല്ലാരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു അറസ്റ്റായി നടന്നിരിക്കുന്നതെന്ന്. അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആയിത്തല്ല കേട്ടോ. ഇന്ന് കോടതി ജാമ്യാപേക്ഷ വെച്ചേക്കുന്ന ദിവസം അവർക്ക് അവിടുന്ന് ജാമ്യം കിട്ടിയാൽ കേരളത്തിലെ ജനങ്ങളെ ഈ ഇറങ്ങുമെന്ന് നല്ല വൃത്തിക്ക് വക്കീലിനും ഈ SIക്കും ഒക്കെ എല്ലാം അറിയായിരുന്നു. ആണായാലും പെണ്ണായാലും ഗർഭം ഉണ്ടായാലും ഇല്ലേലും ശരി, കാശ് കിട്ടിയാൽ ഞാൻ കഴിക്കും. അതുകൊണ്ട് വക്കീൽ SIയെ വിളിച്ചിട്ട് പറഞ്ഞ് ജിംഷിദ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, നിങ്ങൾ വന്ന് ഇന്ന് അറസ്റ്റ് ചെയ്ത് ഇവളെ റിമാൻഡ് ചെയ്യണം. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതും വരുന്നത് ഒരു കുഞ്ഞുങ്ങൾ പോലും സംശയം തോന്നാത്ത രീതിയിൽ സ്വകാര്യ വാഹനത്തിൽ സിവിൽ ഡ്രസ്സിൽ വേണം വരാൻ, വന്ന് ഇവളെ അറസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മുടെ ഇന്നവരെ പർദ്ദ പോലും കാണാത്ത ആ മെറ്റേ മോള് പർദ്ദയും ധരിച്ച് മാസ്കും വെച്ച് ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തേക്കുന്നത്. ആ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടുന്ന് സർക്കാർ ജീപ്പിനകത്ത് ഇവളെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകേണ്ട കടമയാണ് ഉള്ളത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. എടാ നാറി റാബി, പച്ചരിച്ചോറ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാം. മൈര എല്ലാവരും എടുത്തിട്ട് നിന്നെ പൊങ്കാലയിടും. ഇങ്ങനെ ഒന്നും നടന്ന് കാണാ ഗുണാൻ പറഞ്ഞ് അറിയാൻ വയ്യാതെ എന്തെങ്കിലും വിളിച്ചു പോകരുത്. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.